A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppies Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. നിലമ്പൂരിലെ ഉൾപ്പെടെ കാരാട്ട് കുറീസ് ധനക്ഷേമ നിധി നിക്ഷേപ തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ജീവനക്കാർ. സംഭവത്തിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും ഇരകളെ സംരക്ഷിക്കേണ്ട പോലീസ് തട്ടിപ്പ് നടത്തിയവരെ സംരക്ഷിക്കുകയാണെന്നും ജീവനക്കാർ നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. അന്വേഷണം മന്ദഗതിയിൽ നീങ്ങുന്നതിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച കളക്ടറേറ്റ് മാർച്ച് നടത്തുമെന്ന് സ്ഥാപനത്തിലെ ജീവനക്കാർ പറഞ്ഞു. കാരാട്ട് കുറീസ് ധനക്ഷേമ നിധി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയിട്ട് 3 ആഴ്ച പിന്നിട്ടു. പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്കും ജീവനക്കാർക്കും പോലീസ് നീതി നിഷേധിക്കുകയാണ്. തട്ടിപ്പ് നടത്തിയവരെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് സ്റ്റേഷനുകളിൽ എത്തുമ്പോൾ പോലീസ് ഭീഷണിപ്പെടുത്തുകയാണെന്നും പ്രതിഷേധ പ്രകടനം നടത്താൻ പോലും പോലീസ് സമ്മതിക്കുന്നില്ലെന്നും തട്ടിപ്പ് നടത്തിയവരെ സംരക്ഷിക്കുന്ന നയമാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നും ജീവനക്കാർ പറഞ്ഞു. മുതലാളിമാർ മുങ്ങിയിട്ട് ഇന്നത്തേക്ക് 21 ദിവസമായി. ഈ 21 ദിവസമായിട്ട് നമ്മൾ നിലമ്പൂർ സ്റ്റേഷനിലേക്ക് വന്നിരുന്നു. സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് അടക്കം ഒരു സമരം നടത്തിയപ്പോൾ അവിടുന്ന് CI പോലീസുകാർ പറഞ്ഞത് അതാത് ബ്രാഞ്ചുകളിലുള്ള കേസുകൾ അതാത് ബ്രാഞ്ചിലേക്കാണ് നിങ്ങൾ കേസുകൾ കൊടുക്കേണ്ടത്. പക്ഷേ ഞങ്ങൾ അന്ന് വന്നത് അതാത് ബ്രാഞ്ചിലുള്ള കസ്റ്റമേഴ്സിൻ്റെ കേസുകൾ കൊടുക്കാനല്ല, കോടിക്കണക്കിന് പൈസ പോയ നിലമ്പൂരിലുള്ള സന്തോഷും അതുപോലെ തന്നെ മുബഷീറും ശ്രീജിത്ത് ഈ പറയുന്ന ഫോർമാൻമാരൊക്കെ പഞ്ചായത്തും ഇതൊക്കെ വരുന്നത് നിലമ്പൂർ സ്റ്റേഷനിലാണ്. അവർക്കെതിരെ നടപടി ഉണ്ടാണെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അന്നൊരു മാർച്ച് നടത്തിയത്. ആ മാർച്ചിൽ ഞങ്ങളോട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള രീതിയാണ് അവർ കണ്ടത്. അന്ന് ഞങ്ങളെ കൂടെ വന്ന പാവ ഒരു കസ്റ്റമേഴ്സിനെ പോലും സ്റ്റേഷനുള്ളിലേക്ക് അവർ വലിച്ചിടുക ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പോലീസ് ഒന്നടങ്കം ഈ മുങ്ങിയ ആൾക്കാരുടെ കൂടെയാണെന്നുള്ള കാര്യത്തിൽ 100% നമുക്ക് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷേ ജീവനക്കാരെ പല ആൾക്കാരെയും നമുക്ക് സ്റ്റേഷനിൽ പോയി സ്റ്റാഫുകൾ അതേ പെർമിഷൻ ചോദിച്ച് ഒരു നമുക്ക് നിയമപാലകരുടെ ഒരു സപ്പോർട്ട് കൂടി വേണമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാഫുകൾ അവിടെ പോയി ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് സമരം നടത്താനുള്ള ഇതില്ല, അത് ഹൈക്കോടതി പ്രകാരം നിങ്ങൾക്ക് ഓൾറെഡി അത് വിലക്കാണ് എന്ന് പറയുന്നത് കൊണ്ട് ഞങ്ങളുടെ പാവം കസ്റ്റമേഴ്സിന് വേണ്ടി ഒരു സമരം നടത്താനുള്ള സപ്പോർട്ട് പോലും ഞങ്ങൾക്ക് തരുന്നില്ല. അതാണ് പോലീസ് ഇന്നലെ പറഞ്ഞത്. നമ്മളെ എടക്കരയുള്ള CI ആണ് പറഞ്ഞത് സമരം നടത്താനുള്ള ഇതില്ല എന്നുള്ള കാര്യം നമുക്ക് ഇന്നലെ പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാ ബ്രാഞ്ചിലും 14 ബ്രാഞ്ചുകളിലെ എല്ലാ കേസും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഹെഡ് ഓഫീസിൽ നിന്നാണ്. ഈ ഹെഡ് ഓഫീസിന് ഒരു മാനേജറുണ്ട്, ഹെഡ് ഓഫീസ് മാനേജർ, അതിൻ്റെ പേരാണ് അഖിൽ. അതുപോലെ തന്നെ ഹെഡ് ഓഫീസിലെ കാര്യങ്ങൾ 2 മാസം മുമ്പേ വരെ എല്ലാ പണമിടപാടുകളും ഹെഡ് ഓഫീസിൽ നിന്ന് മാനേജർമാർക്ക് അയച്ചു കൊടുക്കുന്നത് അജിത എന്ന് പറയുന്ന ആളാണ്. ഈ അജിത എന്ന് പറയുന്ന ആൾ 1.5 മാസം മുമ്പ് കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തല്ല, ലീവ് എടുത്തു പോയി. ആളെ പറ്റിയും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിൽ പറഞ്ഞിട്ടും അവരെ കുറിച്ചൊന്നും ഒരു മുബഷീറും സന്തോഷും മാത്രമേ ഇവിടുന്ന് പോയിട്ടുള്ളൂ. പക്ഷേ അതിന് വേണ്ടി ഒത്താശ ചെയ്യുന്ന അതുപോലെ തന്നെ ഒരു മനു മോഹൻ എന്ന് പറയുന്ന ഈ അജിതയുടെ തന്നെ കസിനായ ഇവരൊക്കെ 3 ആൾക്കാരെയും പിടിക്കാൻ വേണ്ടിയിട്ടൊന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. ഈ അഖിൽ എന്ന് പറഞ്ഞ സ്റ്റാഫ് നമ്മുടെ കമ്പനിയിൽ 20-ാം തീയതി രാവിലെ 6 മണിക്ക് ഹെഡ് ഓഫീസിൽ കയറിയിട്ട് ഹെഡ് ഓഫീസിൽ നിന്ന് ഞങ്ങളെ കസ്റ്റമേഴ്സിൻ്റെ പണം അടച്ചതിൻ്റെ രേഖകൾ ഈ പറഞ്ഞ ശ്രീജിത്തിനും അനീഷിനും എടുത്തതായിട്ടുള്ള രേഖകൾ വരെ അവിടെ ഇതിലുണ്ട്. പക്ഷെ അതുപോലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഈ പറയുന്ന ആൾക്കാരെയൊന്നും ആരും മുന്നിലേക്ക് കൊണ്ടുവരാനോ ഒന്നും തയ്യാറാകുന്നില്ല. അതായത് നമുക്ക് പോലീസുകാരെ സപ്പോർട്ടല്ല കിട്ടുന്നത്. അവരുടെ അടുത്ത് നിന്ന് എവിടെ പോകുമ്പോൾ കർശനമായിട്ട് നിങ്ങൾ അതിലേക്ക് പോവേണ്ട. പക്ഷെ ഞങ്ങൾ ഇന്നത്തെ മീറ്റിങ്ങിന് ശേഷം ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ AGM അനൂപും രാജസാറും പറഞ്ഞ പോലെ തന്നെ കസ്റ്റമർ പറയുന്ന ഏത് സമരത്തിലേക്കും ഞങ്ങൾ മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾ വാങ്ങിക്കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. സ്ഥാപനം പൂട്ടി മുങ്ങിയ ഉടമകളായ സന്തോഷ്, മുബഷീർ എന്നിവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇരു സ്ഥാപനങ്ങളിലെയും മുഴുവൻ ഡയറക്ടർമാരെയും അറസ്റ്റ് ചെയ്ത് അവരുടെ ആസ്തികൾ കണ്ടുകെട്ടണമെന്നും ജീവനക്കാർ പറഞ്ഞു. കാരാട്ട് കുറീസിൻ്റെയും ധനക്ഷേമ നിധി ലിമിറ്റഡിൻ്റെയും ഉടമകൾ കമ്പനി പൂട്ടിപ്പോയിട്ട് ഏകദേശം 21 ദിവസമായി. ഇതുവരെ യാതൊരുവിധ തെളിവുകളുമില്ല, എവിടെയാണെന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ കോടിക്കണക്കിന് രൂപ കസ്റ്റമേഴ്സിന് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തി ജീവനക്കാർക്ക് ഒരുപാട് സാമ്പത്തിക ബാധ്യതകളാക്കിക്കൊണ്ടാണ് അവർ പോയിട്ടുള്ളത്. അപ്പോൾ അവരെ എത്രയും പെട്ടെന്ന്
ഈ രീതിയിൽ പോകാതെ അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ ജനമധ്യത്തിൽ എത്തിക്കണം എന്നത് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഒരു പത്രസമ്മേളനം നമ്മൾ നടത്തിയിട്ടുള്ളത്. അവരെ നിയമത്തിൻ്റെ വഴിക്ക് കൊണ്ടുവരികയും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് നഷ്ടപ്പെട്ട കോടിക്കണക്കിന് രൂപ അവരിൽ നിന്ന് കസ്റ്റമർക്ക് തിരിച്ചു കിട്ടാനുള്ള നടപടി സ്വീകരിക്കുകയും വേണം എന്നാണ് നമ്മൾ പ്രധാനമായിട്ട് ആവശ്യം ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ നരക്ഷേമ നിധി ലിമിറ്റഡിൻ്റെ ബാലൻസിലെ ഡയറക്ടർമാരുടെ പേരിലും നിയമ നടപടികൾ കൊണ്ടുവരണം നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം 2 ഡയറക്ടർമാർ മാത്രമല്ല, അവർക്ക് 4 ഡയറക്ടർമാർ കൂടി അവർക്കുണ്ട്. അവരുടെ പേരിൽ കൂടി നടപടി കൊണ്ടുവന്ന് ആ നിധി ലിമിറ്റഡിൽ പണം നിക്ഷേപിച്ച ആളുകൾക്ക് അവരുടെ പണം തിരികെ കിട്ടാനുള്ള നടപടി സ്വീകരിക്കണം. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ഇപ്പോൾ നിരവധി കസ്റ്റമേഴ്സ് ചിട്ടി വിളിച്ചിട്ട് പണം വാങ്ങിയവരും അല്ലാത്തവരുമൊക്കെ ആളുകളുടെ ഡോക്യുമെൻറ്റുകൾ കമ്പനിയുടെ പക്കലുണ്ട്. ഒറിജിനൽ ഡോക്യുമെൻ്റ് ഉൾപ്പെടെയുള്ള ഡോക്യുമെൻറ്റുകൾ കമ്പനിയുടെ പക്കലുണ്ട്. ഈ ഡോക്യുമെൻറ്റുകളൊക്കെ തന്നെ തിരിച്ച് കസ്റ്റമേഴ്സിന് കൊടുക്കുവാനുള്ള നടപടികൾ സർക്കാർ ഭാഗത്ത് നിന്ന് നിയമപരമായ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. ആ നിയമപരമായ നടപടി എടുത്തുകൊണ്ട് അവർക്ക് ആ ഡോക്യുമെൻറ്റുകൾ തിരിച്ച് ലഭിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും കൂടി ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഓഫീസുകളിൽ പാതിരാത്രി കവർച്ച നടത്തിയവരെ പിടിക്കണം. തട്ടിപ്പിന് കൂട്ടുനിന്ന ADM അജിത, ധനക്ഷേമനിധി ADM മനു മഹേഷ്, ഹെഡ് ഓഫീസ് മാനേജർ അഖിൽ കൃഷ്ണൻ, നിധി ഡയറക്ടർമാരായിരുന്ന ഹരീന്ദ്രൻ കാടാമ്പുഴ, ഹസീന പാലോളി, മുബഷിർ പാലോളി, KR സുജ, അമ്പിളി ശ്രീജിത്ത് എന്നിവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ജീവനക്കാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ മാസം 19-ാം തീയതിയാണ് സംഭവം നടന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ തൊട്ടടുത്ത മാസം 10-ാം തീയതി ആയിട്ടും നിയമ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നൊന്നും യാതൊരു മറുപടികളും നമുക്ക് ലഭിച്ചിട്ടില്ല. അന്വേഷണം കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ എൻക്വയറിയിലും അറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ അതിൻ്റെ കാര്യങ്ങൾ എത്രത്തോളം ഭംഗിയായിട്ട് നടക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും യാതൊരു അറിവും കാര്യങ്ങളും ഇല്ല. അപ്പോൾ ഞങ്ങളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് കേസ് എത്രയും പെട്ടെന്ന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുക, അത്തരത്തിൽ നല്ലൊരു അന്വേഷണവും കാര്യങ്ങളും നടത്തിയിട്ട് പ്രതികളെ എത്രയും പെട്ടെന്ന് പിടിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ജീവനക്കാർ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ നിധിയെ സംബന്ധിച്ച് ഏകദേശം 2 ഡയറക്ടേഴ്സ് മാത്രമേ ഇപ്പോൾ നിലവിൽ ഒളിവിൽ പോയിട്ടുള്ളൂ. സന്തോഷ്, മുബഷിർ എന്ന് പറയുന്ന 2 ആളുകൾ മാത്രമേ ഒളിവിൽ പോയിട്ടുള്ളൂ. ബാക്കി 5ഓളം ആളുകൾ ഇന്നും ഇവിടെ സ്ഥലത്തുണ്ട്. അപ്പോൾ അവരെ കൂടെ എത്രയും പെട്ടെന്ന് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവർ എവിടെയാണെന്നുള്ളതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ സൂചന കിട്ടും എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അതിനുള്ളൊരു സംവിധാനം കൂടി പോലീസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സംവിധാനങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആവശ്യം കൂടി ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ കസ്റ്റമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ സമരപരിപാടികൾ ഊർജിതമാക്കുന്നതിന് വേണ്ടിയിട്ടും കളക്ടറേറ്റ് പോലുള്ള സംവിധാനങ്ങളിലേക്ക് മാർച്ച് നടത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ആലോചനകളുണ്ടെന്ന് അറിയുന്നു. അപ്പോൾ അത്തരത്തിൽ കസ്റ്റമേഴ്സ് കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണോ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത് ആ ഒരു സംവിധാനത്തിനോട് പൂർണ്ണമായിട്ടും ഞങ്ങൾ കാരാട്ട് ടൂറിസ്റ്റിൻ്റെയും ധനക്ഷേമ നിധി ലിമിറ്റഡിൻ്റെയും എല്ലാ ജീവനക്കാരും കസ്റ്റമേഴ്സിന് ഫുൾ സപ്പോർട്ടായി മുന്നോട്ട് പോകുന്നതിന് അവരുടെ ഒപ്പം ഉണ്ടാവും എന്നുള്ളതും ഈ ഒരു യോഗത്തിൽ അറിയിക്കുകയാണ്. ഇതിൽ കുറേ ജീവനക്കാരുണ്ട്, പാവപ്പെട്ട കുറേ ജീവനക്കാർ. അന്നന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അവർക്കിപ്പോൾ വീടുകളിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, വീട്ടിലിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എല്ലാ കസ്റ്റമറും നമ്മളെ വീട്ടിൽ വന്ന ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആക്കിയിട്ട് നമ്മളെയാണ് ബുദ്ധിമുട്ടിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ നിന്ന് ഈ ചതിയിലേക്ക് ഞങ്ങളെ വീഴ്ത്തിയ അവരെ വെളിച്ചത്തേക്ക് കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് ഒന്ന് പറയാനുള്ളത്. അതുപോലെ തന്നെ തട്ടിപ്പിനിര DGM അജിതാമണി എന്ന് പറയുന്ന അവരെയും അതേപോലെ തന്നെ മനു മഹേഷ് ADM മനു മഹേഷ് ഹെഡ് ഓഫീസ് മാനേജറാണ്. അഖിലിനെയും അതേപോലെ തന്നെ അഖിൽ കൃഷ്ണൻ എന്നിവർക്ക് അവരെയും ഇതിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ഇതിൻ്റെ ബാക്കിൽ ഞങ്ങളെക്കാൾ മുമ്പിലുള്ള കുറേ ആളുകൾ ഇതിലുണ്ട്. അവരെയെല്ലാം വെളിച്ചത്ത് കൊണ്ടുവന്നിട്ട് ഞങ്ങളെ ഇതിൽ നിന്ന് മോചിച്ച് പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടാനുള്ള പൈസ എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കാനുള്ള നടപടി ഉണ്ടാവാൻ മേലധികാരികൾ കണ്ണു തുറക്കണമെന്ന് തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. പണം തിരികെ ലഭിക്കാൻ വേണ്ടി നിക്ഷേപകർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യവും ജീവനക്കാർ പ്രഖ്യാപിച്ചു. വാർത്താ സമ്മേളനത്തിൽ രാജേഷ് KK, ഷാഹിദ, അനൂപ്, ബിന്ദു, അസ്കർ VP, സ്മിത, സതീദേവി, മിനി വിജയൻ എന്നിവർ പങ്കെടുത്തു. A+ വിഷൻ, നിലമ്പൂർ.
ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.